മനുഷ്യൻ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ രണ്ട് കഴിവുകളെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ രണ്ട് കഴിവുകൾ ഏതൊക്കെയാണ്? ഒന്നാണ് ലിസണിങ് സ്കിൽ, ശ്രദ്ധിക്കാനുള്ള കഴിവ്. രണ്ടാമത്താണ് ലേണിംഗ് സ്കിൽ. ഈ രണ്ട് കാര്യങ്ങളും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ മനസ്സിനകത്ത് ഒരു പ്രത്യേകത വേണം. നമ്മളെ മനസ്സ് ടെൻഷൻ ഫ്രീ ആയിരിക്കണം. നമ്മളെ മനസ്സിനകത്ത് മറ്റ് ചിന്തകളൊന്നും വരാൻ പാടില്ല. അതിന് നമ്മൾ എംപ്റ്റി അവർ കപ്പ് എന്ന് പറയാം. നമ്മളെ മനസ്സിനെ ഫ്രീ ആക്കിയിടണം. ഇവിടെയാണ് യോഗയുടെ എല്ലാം പ്രത്യേകത വരുന്നത്. നമ്മൾ മനസ്സിൽ ഫില്ലാകുകയാണെങ്കിൽ, മനസ്സ് എംപ്റ്റി ആണെങ്കിൽ നമ്മളെ ലിസണിങ് സ്കിൽ വർക്ക് ചെയ്യും. ഈ ലിസണിങ് സ്കില്ലിലൂടെ നമുക്ക് വാങ്ങുന്ന ഇൻസൈറ്റുകൾ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യാം. ഈ ഇൻസൈറ്റ് നമ്മൾ എന്താണ്? ലേണിംഗ് ആണ്. പക്ഷേ ഈ ലേണിംഗ് കൊണ്ട് നമ്മൾ രണ്ടാമത് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അൺലേൺ. പഠിക്കുവാനും ആ പഠിച്ചത് മറക്കാനുമുള്ള കഴിവ്, ഈ രണ്ട് കഴിവാണ് ഒരു മനുഷ്യന് വേണ്ടത്. അപ്പോഴേ അവിടെ പുതിയ റീലേണിംഗ് എന്ന് പറയുന്ന സംഭവം നടക്കുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിച്ചാലേ പഠിക്കൂ. ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന അതേപോലെ തന്നെ ആ കാര്യം മറക്കാനുള്ള കഴിവ് അപാരാണ്. അപ്പൊ പഠിക്കുവാനുള്ള കഴിവും മറക്കുവാനുള്ള കഴിവും. പഠിക്കാനുള്ള കഴിവിന് എന്ത് വേണം? ലിസണിങ് സ്കിൽ വേണം. മറക്കാനുള്ള കഴിവ് ഉണ്ടാവണമെങ്കിൽ അൺലേൺ. എംപ്റ്റി യുവർ കപ്പ്. നമ്മളെ മറക്കാനുള്ള കഴിവ് വേണം. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നത് ദന്ത ചികിത്സാ രംഗത്ത് പഴയ കൺസെപ്റ്റുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എന്നെയും നിങ്ങളെയും പോലത്തെ ആളുകളുടെ കൺസെപ്റ്റ് വി ഹാവ് ടു അൺലേൺ. നമ്മൾ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ പുതിയ കാര്യങ്ങൾ അതിനകത്തോട്ട് റീലേൺ ചെയ്യാൻ സാധിക്കൂ. ആ റീലേണിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഴയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് ബോധ്യപ്പെടും. അതിന് ഫസ്റ്റ് യു എംപ്റ്റി യുവർ കപ്പ്. നിങ്ങളെ മനസ്സാകുന്ന കപ്പിനെ നിങ്ങൾ എംപ്റ്റി ആക്കുക. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimrasdentalclinic.com. Thank you.